അങ്ങനെ ഇന്ന് ഇച്ചിരി നെത്തോലി കിട്ടി, അത് മാങ്ങയിട്ട് വെച്ചാലോ. തേങ്ങയും തിരുവിക്കൊണ്ട് ഓടിച്ചെന്നപ്പോൾ കറണ്ടില്ല. അങ്ങനെ തേങ്ങ ഞവടി പിഴിഞ്ഞ് വെച്ച്. അങ്ങനെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടുപ്പി വയ്ക്കാം. അങ്ങനെ തിളച്ച കറിയിലേക്ക് മീനും മാങ്ങയും ഇട്ട് ഇനി അടച്ച് വേവിക്കും. ഇനി കറി അടപ്പ് തുറന്ന് നല്ലപോലെ തിളച്ച് വെന്തിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി വീണ്ടും അടച്ച് വേവിക്കാം. അങ്ങനെ നമ്മളെ കറി ഇവിടെ വെന്ത് വറ്റിയിട്ടുണ്ട്. അങ്ങനെ തേങ്ങ അരയ്ക്കാതെ നല്ല തേങ്ങാക്കറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി